ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ SIT പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ സിനിമാ പ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. അതിക്രമം നേരിട്ടവർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകുമോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ പരാതിയിൽ ഉറച്ചു നിന്നാൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്യും. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ IPS ഓഫീസർമാരാണ് അന്വേഷണം നടത്തുന്നത്. റിനു, ഇതിൽ സൂചിപ്പിച്ച പോലെ ആരൊക്കെ പരാതിയുമായി മുന്നോട്ട് വരും എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ചർച്ചയായിരുന്നതാണ്. അങ്ങനെ പരാതിയുമായി അല്ലെങ്കിൽ പരാതിയുമായി മുന്നിലേക്ക് വരാൻ ആരൊക്കെ തയ്യാറാകും എന്നതാണ് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം, അല്ലേ റിനു? തീർച്ചയായും ശ്രുതി, ശിശിര, നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് പരാതികളുമായി അല്ലെങ്കിൽ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയത്. ഇതിൽ മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വരെ ഇടപെടുകയും ഈ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിനും വലിയ രീതിയിലുള്ള വിമർശനം ഇത് ഏകദേശം 4 വർഷത്തോളം പൂഴ്ത്തിവെച്ചത് എന്തിന് എന്ന് അടക്കമുള്ള ഒരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം SIT അതായത് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം യോഗം ചേരുകയും കൃത്യമായി തന്നെ ഇതിൻ്റെ അന്വേഷണ ഗതി കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇവരുടെ മുന്നിലുള്ളത് ഈ ആരോപണം ഉയർത്തി കൊണ്ടുവന്നവർ അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി തയ്യാറാകുമോ എന്നുള്ളതാണ്. ഒപ്പം കൂടുതൽ പരാതികൾ, കൂടുതൽ കേസുകൾ ആർക്കെങ്കിലും എടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ആരോപിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ പരാതിയായി എഴുതി നൽകാൻ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ എഴുതി നൽകണം എന്നുള്ളതാണ്. അത്തരം ഒരു പരാതി ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ SIT ടീം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണം നടത്തുന്ന H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് ADGP ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വനിതാ IPS അടക്കമാണ് ഈ ടീമിലുള്ളത്. ഇവർ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന പലരും ഇതിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയി ജാമ്യം നേടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ കൃത്യമായി FIR രജിസ്റ്റർ ചെയ്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. എന്തായാലും ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസവും യോഗം ചേർന്ന അന്വേഷണത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ശ്രുതി, ശിശിര.